എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോം അവളാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങളും അവളുടെ അമ്മയൊക്കെ ഓർത്ത് അവളുടെ ഫുൾ പവറിൽ വലിയ ഒച്ചത്തിൽ അങ്ങനെ നിലവിളിച്ച് കരയാണ്. അവളുടെ പവറും ശബ്ദവും താങ്ങാൻ കഴിയാതെ ഇവിടെയുള്ളവരെല്ലാവരും തന്നെ ഫ്രീസായി പോവും. പ്രധാനമായിട്ടും അവളുടെ മക്കൾ തന്നെ. സീസർ ആണെങ്കിൽ അവളുടെ പവറിൽ അങ്ങനെ തെറിച്ചുപോയി ആ ബ്രൂലിയുടെ ദേഹത്തേക്ക് അടിച്ചു വീഴും. ഓൾറെഡി കലിപ്പിലിരുന്ന് നമ്മുടെ ബ്രൂലി അവൾ ഡബിൾ കലിപ്പായി അവൻ ഒരുപാട് ചീത്ത വിളിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ബിഗ് മോം അവളാണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും അവളുടെ ഫ്രണ്ട്സിനെയും കാർമലിനെയും ഒന്നും കാണാനില്ല. അവരെവിടെ പോയി ചിന്തിച്ച് അവളങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ഓഫിലെ ഒരു വാരിയർ അവൻ നടന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കായി ആ കാര്യം അയർലാൻഡിലേക്ക് പോയി അവിടെയുള്ള എല്ലാ ആൾക്കാരോടും പറയാണ്. അവരത് കേട്ട് ഫുൾ കലിപ്പില് വീണ്ടും കൂടുതൽ അവൾ വെറുക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ അയർലാൻഡില് ബിഗ് മോമിനാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവൾ കാർമലിന്റെയും അവളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് വിളിച്ച് ആ ഒരു ഐലാൻഡ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ കാട്ടിൽ ദൂരത്തായിട്ട് ഒരു ഷെഫിനെ കാണിക്കും. ആക്ച്വലി ഇവൻ കുക്ക് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനൊരു മാസ്റ്റർ ഷെഫാണ്. അവൻ എന്ത് കരുതുന്നോ ആ ഒരു ഡിഷ് എന്ത് വെച്ച് വേണമെങ്കിലും അവനെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. ബിഗ് മോമിന്റെ പവർ മനസ്സിലാക്കിയ അവൻ എങ്ങനെയെങ്കിലും അവളെ അവന്റെ വരുതിയിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കും. അതിനുശേഷം അവൾക്ക് കൊടുക്കാനായിട്ട് അവൻ ഫുഡ് ക്രിയേറ്റ് ചെയ്യും. അവൻ റെഡിയാക്കിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവനെ കണ്ട് അവൾ വണ്ടർ അടിച്ച് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി. നിങ്ങൾ ആരാണ്? ഇവിടെയുള്ള എന്റെ സിബ്ലിങ്സിനെയും അമ്മയെയും നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. അതിനവൻ സിമ്പിളായിട്ട് പറയും, അയ്യോ ഇല്ല, ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ല. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? നിന്റെ കരച്ചിലിന്റെ ശബ്ദം അത് കേട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആവശ്യത്തിന് ഫുഡും മറ്റ് സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ബിഗ് മോമിന് ഭയങ്കര സമാധാനം. അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ആവശ്യമുള്ളതിലും അധികം ഫുഡ് കഴിക്കാനായിട്ട് കൊടുക്കും. അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അത് സിമ്പിളായിട്ട് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ വീശും. അവൻ വീശും തോറും ഒരുപാട് കേക്ക്, ചോക്ലേറ്റ്സ്, ഫുഡ് ഐറ്റംസ് അതൊക്കെ ക്രിയേറ്റ് ആയി വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. പ്രസന്റിലെ ബിഗ് മോം അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നിർത്താതെ നിലവിളിക്കുകയാണ്. ചുറ്റുമുള്ള അവളുടെ മക്കളും റിലേറ്റീവ്സും അസിസ്റ്റൻസും എല്ലാം അവളോട് അവളെ കൺട്രോൾ ചെയ്യാൻ പറയും. പക്ഷെ ബിഗ് മോമിനാണെങ്കിൽ അവളുടെ കൺട്രോള് കയ്യിൽ നിന്ന് പോയി. കപ്പോംസ് ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ നിൽക്കുകയാണ്. കാരണം ബിഗ് മോമിന്റെ വീക്ക് പോയിന്റ് അതെന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം. ടീ പാർട്ടിയിൽ വെച്ച് തന്നെ അവളുടെ അമ്മയുടെ ഫോട്ടോ അത് തകർത്താലേ അവൾ ഇത്തരത്തിൽ ഇമോഷണലിയും ഫിസിക്കലിയും വീക്ക് ആവുമെന്ന് അവൻ അറിയാം. ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം അവളെ അറ്റാക്ക് ചെയ്യാൻ അവൻ അവന്റെ അസിസ്റ്റൻസിനോട് പറയും. അവര് 3 പേരും കയ്യിലുള്ള റോക്കറ്റ് ലോഞ്ചേഴ്സ് അത് എനേബിൾ ചെയ്ത് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ആ ബുള്ളറ്റ്സുകളെല്ലാം തന്നെ അവൾക്ക് നേരെ ചീറി പാഞ്ഞു വരുന്നത് കണ്ട് അവളുടെ ആൾക്കാർ ഷോക്കാവും. ടീസറിനും കപ്പോംസിനും നമ്മുടെ ആൾക്കാർക്കും ഒക്കെ ഭയങ്കര സന്തോഷം. അവരാഗ്രഹിച്ച വലിയൊരു ലക്ഷ്യം അത് നിറവേറാനായിട്ട് പോവാണ്. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവളുടെ അമ്മ കാർമൽ അവൾ ഉപദേശിച്ചതും കൂടെ നടന്നതും ആവശ്യമുള്ളതെല്ലാം നൽകിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അവൾ ഒരുപാട് വിഷമത്തിൽ ആ ഷെഫിനോട് പറയും, എൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ഐലാൻഡ് അതെനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഭരണകർത്താവ് അത് ഞാനായിരിക്കും. അവിടെ ഒന്നിനും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ ബിഗ് മോം ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഷെഫിൻ്റെ കൂടെ ആ കാട് മുഴുവൻ നടക്കുകയാണ്. ആണെങ്കിൽ ഷെഫിനോട് പറയും, അമ്മ ക്രിയേറ്റ് ചെയ്യുന്ന ചില മാജിക്സ് അതെനിക്കും ഇപ്പൊ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. കാർമലമ്മ ചെയ്യുന്ന മാജിക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവള് അവിടെയുള്ള ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ലൈഫ് കൊടുക്കുകയാണ്. ഷെഫാണെങ്കിൽ അത് കണ്ട് പേടിക്കും. കാരണം ഷെഫിനറിയാം അവൾക്ക് ഈ പവർ കിട്ടാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല, കാർമലിനെ ബിഗ് മോം തന്നെയാണ് കടിച്ചു മുറിച്ച് തിന്നത്. സോ അതുകൊണ്ടാണ് അവളുടെ പവർ ഇപ്പോ നമ്മുടെ ബിഗ് മോമിന് കിട്ടിയത്. ബിഗ് മോം ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. ആ മരങ്ങളും പൂക്കളും എല്ലാം ബിഗ് മോമിന്റെ പേരൊക്കെ വിളിച്ച് ഡാൻസ് കളിക്കും. അപ്പോൾ അതേസമയം ആ ഒരു ഷെഫ് അവനാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ച് ബിഗ് മോമിനോട് പറയും, നീ പറഞ്ഞതുപോലെ നമുക്കൊരു ഡ്രീം ഐലാൻഡ് അത് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ആഡ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ബിഗ് മോമും ഡബിൾ ഹാപ്പി ആയിട്ട് അവനങ്ങനെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അല്പസമയത്തിന് ശേഷം അവിടേക്ക് നേവി കപ്പൽ എത്തുകയാണ്. കാരണം കാർമൽ അവൾ ഓൾറെഡി അവിടെയുള്ള കുട്ടികളെ എല്ലാം തന്നെ നേവിക്ക് വിറ്റതാണ്. പക്ഷെ ഇതുവരെ കുഞ്ഞുങ്ങളെ അവൾ അവിടെ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെയും കുഞ്ഞുങ്ങളെയൊക്കെ അന്വേഷിച്ചാണ് ആ നേവിക്കാര് അവിടേക്ക് എത്തിയിട്ടുള്ളത്. നേവിക്കാരാണെങ്കിൽ അവിടേക്ക് വന്ന് ചുറ്റും നോക്കും. അവിടെ കാർമലിന്റെയോ കുഞ്ഞുങ്ങളുടെയോ ഒരു പൊടി പോലും ഇല്ല. ഇനി ഒരുപക്ഷെ അവൾ പണമൊക്കെ വാങ്ങി ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അവൾ മറ്റാർക്കെങ്കിലും മറിച്ചു വിറ്റ് ആ പണമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് അവർക്ക്
അവർക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരുപാട് സംശയങ്ങളിൽ അവർ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുമ്പോഴായിരിക്കും ചില പാട്ടും ആരുടെയൊക്കെയോ സംസാരമൊക്കെ അവർ കേൾക്കുക. അവർ ആ ഭാഗത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ കാട്ടിലുള്ള ചെടികളും മരങ്ങളും എല്ലാം പാട്ടുപാടി ആടിപ്പാടുന്നതായിട്ട് കാണുക. നേവിക്കാരാണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. അവർ ഷോക്കായി ആ മരത്തിനെയും ചെടികളെല്ലാം അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം ബിഗ് മോം അവൾ അങ്ങനെ ഫുൾ കലിപ്പില് ടെററായിട്ട് അവിടേക്ക് ചാടി വീഴും. നിർത്തണം നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ സൃഷ്ടിച്ച എന്റെ ചെടികളെയും മരങ്ങളെയും നിങ്ങൾ അറ്റാക്ക് ചെയ്യും. നേവിക്കാരാണെങ്കിൽ അവളെ കണ്ട് ഞെട്ടും. നേവിക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൾ ഓരോരോ സോൾജേഴ്സിനെ ആയിട്ട് പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി ദൂരേക്ക് വലിച്ചെറിയാണ്. അത് കണ്ട ട്രീകൾക്കും ചെടികൾക്കും ഭയങ്കര സന്തോഷം. അവറ്റകളാണെങ്കിൽ എരുതിയിലേക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കും. അവറ്റകൾ ബിഗ് മോമിനോട് പറയും അവർ ഷൂട്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് പരുക്ക് പറ്റി, വേദന സഹിക്കാനാവുന്നില്ല. അത് കേട്ട് ഡബിൾ കലിപ്പിലായ ബിഗ് മോം അവരുടെ പിന്നാലെ ഓടി അവർ അറ്റാക്ക് ചെയ്യാണ്. സോൾജേഴ്സ് ആണെങ്കിൽ തിരിച്ചറിയും ഒരു കാരണവശാലും മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഇവൾ വെറും ഒരു കുട്ടിയാണെന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. ഇവൾക്ക് ജയൻസിനെ കഴിഞ്ഞും അവർ വളരെ കൂടുതലാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത് എന്ന് അവർ പരസ്പരം പറയും. പക്ഷേ ബിഗ് മോം ആണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ എല്ലാവരെയും കൊന്നു തള്ളും. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും 50 മില്യൺ ബെറി ബൗണ്ടിയുള്ള ഒരാളായിട്ട് ബിഗ് മോം മാറുകയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഇത്രയും ചെറിയൊരു പെൺകുട്ടി അവൾക്കെങ്ങനെ ഇത്രയും വലിയൊരു തുക ബൗണ്ടി ആയിട്ട് വന്നു ചിന്തിച്ച് എല്ലാവരും അവളെ പിടിക്കാൻ ആ ഒരു കാട്ടിലേക്ക് വരികയാണ്. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ കാർമല ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ആ സൺ പവറിനെയും ക്ലൗഡ് പവറിനെയും ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവളുടെ അടുത്തേക്ക് വരുന്ന ജീവിക്കാരെയും പൈററ്റ്സിനെ എല്ലാം തന്നെ അവറ്റകൾ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയാണ്. ബിഗ് മോമും അവളുടെ ഷെഫും പവറുകളും എല്ലാം ചേർന്ന് ഓരോരോ ഐലാൻഡിലുള്ള വലിയ വലിയ കാസ്റ്റിലുകൾ നശിപ്പിച്ചും കൊള്ളയടിച്ചും അവരുടെ കോട്ട അങ്ങനെ വലുതാക്കും. ബിഗ് മോമിന് ആവശ്യം ഭക്ഷണമാണ്. അത് ആ ഷെഫ് ഇഷ്ടം പോലെ അവൾക്ക് കൊടുക്കും. സമയം ഷെഫ് ആണെങ്കിൽ ബിഗ് മോമിന് ഉപയോഗിച്ച് അവന് ആവശ്യമായിട്ടുള്ള അസറ്റ്സ്, ഗോൾഡ്, ക്യാഷ്, ബെറീസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കി വലിയ റിച്ചസ്റ്റ് മാനായി മാറും. അപ്പോഴാണെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് ഐലാൻഡ് കീഴ്പ്പെടുത്തുകയാണ്. മാത്രമല്ല എല്ലാ ഐലാൻഡിലെ കിങ്സുകളെ അവൾ പിടിച്ചു വെച്ച് അവരോട് പറയും എനിക്ക് ആവശ്യമുള്ള സ്വീറ്റ്സ് അത് നിങ്ങൾ തരാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കും പിന്നീട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങളുടെ ഐലാൻഡിനെയും നിങ്ങളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടെ ഷെഫിന് അവളുടെ പവർ കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം 50 നിന്ന് ഇപ്പൊ 500 മില്യൺ ആയിരിക്കുകയാണ് അവളുടെ ബെറി ബൗണ്ടി. ഷെഫ് അവളോട് തീർത്തു പറയും നീ ഇങ്ങനെയും മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ കടലിനെ തന്നെ ഭരിക്കാൻ പോകുന്നത് അത് നീയാണ്. അടുത്ത പൈററ്റ് കിങ്ങും നീ തന്നെ ആയിരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ ബിഗ് മോം ആണെങ്കിൽ അമ്മയുടെ തകർന്ന ഫോട്ടോ അത് കയ്യിലെടുത്ത് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ബിഗ് മോമിനാണെങ്കിൽ ഇപ്പോഴും അറിയില്ല അവളുടെ അമ്മയെ കൊന്നു തിന്നത് അത് അവളാണെന്ന്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ കാണാതെ പോയ അമ്മയെയും സിബ്ലിങ്സിനെയും അവളുടെ മക്കളെയും അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി വലിയൊരു ടീ പാർട്ടി നടത്തണം എന്നതാണ്. ബിഗ് മോം ആണെങ്കിൽ അടിച്ചു പറയും എൻ്റെ അമ്മയുടെ ഫോട്ടോ അത് തകർത്ത സ്ട്രോ ഹാറ്റ്സ് അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തിൽ വീണ്ടും അലറുകയാണ്. ആ ഒരു പവറിൽ നമ്മുടെ ആൾക്കാർ അയച്ച റോക്കറ്റ് ലോഞ്ചർ ബുള്ളറ്റ്സ് അത് അവളുടെ തൊട്ടടുത്തെത്തി ആ പവറിൽ അങ്ങനെ തിരികെ പോവാണ്. റോക്കറ്റ് ലോഞ്ചർ അങ്ങനെ ഡിഫ്യൂസായി താഴെ വീഴുന്നത് കണ്ട നമ്മുടെ ആൾക്കാർ അവരങ്ങനെ വണ്ടർ അടിച്ച് ഷോക്കായിട്ട് അത് നോക്കി നിൽക്കും. ഇവിടെ കട്ടകുറിയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് എല്ലാവർക്കും ചെവിയിൽ വെക്കാനായിട്ട് ഒരു ഡിവൈസ് കൊടുക്കും. അതിനുശേഷം അവരും ഫൈറ്റ് ചെയ്യാൻ ചാടി ചാടി നിൽക്കും. കപ്പോംസ് ആണെങ്കിൽ നിലവിളിച്ചു പറയും നമ്മുടെ പ്ലാൻ അതൊക്കെ ഫെയിലിയറായി, ഇത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് സീസറിനെയും ആ മിററിനെയും നോക്കി ഓടി വരും. അത് കണ്ട സീസർ ആണെങ്കിൽ ആ മിററുമായിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. കപ്പോംസും ടീമും ആ ഒരു മിററിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം ബിഗ് മോം ആണെങ്കിൽ വീണ്ടും വലിയ ശബ്ദത്തിൽ അലറും. ആ ഒരു അലർച്ചയിൽ ആ കണ്ണാടി തകരുകയാണ്. പൂർണ്ണമായും ബിഗ് മോമിന് മുൻപിൽ പെട്ടുപോയെന്ന് മനസ്സിലാക്കിയ അവരങ്ങനെ തല താഴ്ത്തി നിൽക്കും. അതേസമയം ബിഗ് മോമിന്റെ ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.